മുഖം പൊത്തൊന്നും വേണ്ട. എന്റെ ചങ്ക ചവിട്ടി പൊട്ടിക്കണം. പിന്നെ ദൈവം വിടുകടാ ജീവിച്ചിരിക്കുന്ന ആദ്യം നീയാണ് പറഞ്ഞത്. ഇത് രണ്ടാമത് ബാക്കിൽ നിന്നതാരാ? നിന്റെ ബാക്കിൽ നിന്ന് ഇവനാണ്. മൂന്നാമത് ബാക്കിൽ മൂന്നാമത്തെ ബാക്കിൽ നിങ്ങൾ പോയ വഴി ഏതാ? ഓക്കെ. ഞങ്ങൾ നിങ്ങള് കണ്ട ആളില്ല. അതായത് നിങ്ങളുടെ വളയാണ്, ഇവന്റെ ബാഗിൽ നിന്ന് കിട്ടിയ വളയാണ്. ഈ വള നിങ്ങളതാണോ എന്നുള്ളത് കട്ട് ചെയ്ത വള. ഇത് ബാക്കിയുള്ള ലീഗൽ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾക്ക് വണ്ടൂർ അമ്പലപ്പടി സ്വദേശി പാലാംപറമ്പത്ത് നിധിൻ, സഹോദരൻ നിഖിൽ, ഇവരുടെ സഹോദരി ഭർത്താവും കവർച്ചയുടെ സൂത്രധാരനുമായ അമ്പലപ്പടി സ്വദേശി പടിഞ്ഞാറെ മണ്ടാവിൽ ജിജേഷ് എന്നിവരെയാണ് വണ്ടൂർ സിഐ സംഗീത് പുനത്തലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കഴിഞ്ഞ ഡിസംബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അമ്പലപ്പടി ബൈപ്പാസിൽ താമസിക്കുന്ന പരേതനായ വിമുക്ത ഭടൻ പാലക്കാത്തോട്ടിൽ വിജയകുമാറിന്റെ ഭാര്യ കെ ചന്ദ്രമതിയുടെ ആഭരണങ്ങളാണ് 3 പേർ കവർന്നത്. മൽപിടുത്തത്തിലും വീഴ്ചയിലും പരിക്കേറ്റ ചന്ദ്രമതി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ജിജേഷിന്റെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയാണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തത്. ചന്ദ്രമതി പലപ്പോഴായി വിജേഷിന്റെ ഓട്ടോയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ചന്ദ്രമതി തനിച്ചു താമസിക്കുകയാണെന്നും ഇവരുടെ പക്കൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കിയ ജിജേഷ് കവർച്ചയ്ക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്തു. എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന നിഖിലിനെ ഇതിനായി നാട്ടിലേക്ക് വിളിച്ചു വരുത്തി. രാത്രി 8 മണിയോടെ മൂവരും ബാറിലെത്തി മദ്യപിച്ചതിനു ശേഷം ചന്ദ്രമതിയുടെ വീടിന് പുറകുവശത്തുള്ള വയലിലൂടെ നടന്ന് വീട്ടിലെത്തി. പുറകുവശത്തെ വാതിലിൽ തട്ടി ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ട് വാതിൽ തുറന്ന ചന്ദ്രമതിയെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള ജിജേഷ് പിന്നിൽ നിന്നും വായും മൂക്കും ബലമായി പൊത്തിപ്പിടിച്ചു. നിതിൻ കയ്യിൽ കരുതിയിരുന്ന കട്ടർ ഉപയോഗിച്ച് വളകൾ മുറിച്ചെടുത്തു. തിരിച്ചറിയാതിരിക്കാനായി മൂവരും മങ്കി ക്യാപ്പ് ധരിച്ചിരുന്നു. തെളിവ് നശിപ്പിക്കാനായി കൃത്യത്തിന് ശേഷം പരിസരത്ത് മുളകുപൊടി വിതറി. ശേഷം ബാറിന് സമീപമെത്തി കാറിൽ കയറി രക്ഷപ്പെട്ടു. ജിജേഷിനെ വീട്ടിലിറക്കിയ ശേഷം സഹോദരങ്ങൾ ചന്ദ്രമതിയുടെ വീടിനു പരിസരത്തിലൂടെ സ്ഥിതിഗതികൾ അറിയാനായി സ്കൂട്ടറിൽ കറങ്ങുകയും ചെയ്തു. തെളിവ് നശിപ്പിക്കാനായി മങ്കി ക്യാപ്പ് കത്തിച്ചു കളഞ്ഞു. തങ്ങളിലേക്ക് പോലീസ് എത്താതിരിക്കാനായി കൃത്യസമയത്ത് പ്രതികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. 30ഓളം CCTV-കൾ പരിശോധിച്ചും പ്രദേശവാസികളിൽ സംശയമുള്ളവരെ ചോദ്യം ചെയ്തും പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. തുടർന്ന് ജിജേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചു. വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസം ഡിസംബർ 22-ന് ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മുളകുപൊടി വിതറി ഒരു സ്ത്രീയുടെ 2 വളകൾ കട്ട് ചെയ്ത് കൊണ്ടുപോയി അവർ ആ സ്ത്രീ ആക്രമിച്ചു വീഴ്ത്തിയതിനു ശേഷം അവർ കടന്നു കളഞ്ഞ കേസിൽ 3 പ്രതികളെ ഇന്ന് വണ്ടൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വണ്ടൂർ പോലീസും ഡാൻസഫും ചേർന്നാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ 3 പ്രതികളിൽ 3 പേരും റിലേറ്റീവായിട്ടുള്ള ആളുകളാണ്. ഒന്ന് അളിയനും അനിയനും അവരുടെ ജ്യേഷ്ഠനുമാണ് ഉണ്ടായിരുന്നത്. ഇവർ 2 ദിവസം മുമ്പ് ഈ പദ്ധതിയെക്കുറിച്ച് പ്ലാൻ ചെയ്തു. ആയതിനു ശേഷം ഇവിടെ അടുത്തുള്ള ഈ സ്ത്രീയുടെ വീടിനോട് ചേർന്നുള്ള ഒരു ബാറിൽ വന്നിട്ട് മദ്യപിച്ചതിന് ശേഷം നേരിട്ട് ഒരു വയലിലൂടെ പോയി കടന്നു കളഞ്ഞ് അവർ ആ വീട്ടിലേക്ക് കയറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 8 മണിയോടുകൂടി രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കുറച്ച് സമയം ഈ പരിക്ക് പറ്റിയ സ്ത്രീക്ക് ബഹളം ഉണ്ടാക്കാനോ മറ്റുള്ളോ സാധിക്കാത്തതിനാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആളുകൾ അറിഞ്ഞിട്ടുള്ളത്. ആ പരിസരങ്ങളിലെ CCTV അടുത്തൊന്നും ഇല്ല. ബാക്ക് ഭാഗത്ത് വയലായതിനാൽ മറ്റു CCTV-കളൊന്നും നമുക്ക് ലഭിച്ചില്ല. തുടർന്ന് ഞങ്ങൾ പോലീസ് ആ ഭാഗങ്ങളിൽ ഉള്ള കുറച്ച് ബാറിനോട് ചേർന്നുള്ള CCTV-കളും മറ്റും പരിശോധിച്ച് ആ ഭാഗത്ത് ഉള്ള സംശയമുള്ള ആളുകളെ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു 3 പേരെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തതാണ്. അവരുടെ CDR-കളും മറ്റ് അവരുടെ സാന്നിധ്യവും ഒക്കെ പരിശോധിച്ചപ്പോൾ പോലീസിന് ഇവർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇവർ ഈ വള മോഷ്ടിച്ച കാര്യത്തെക്കുറിച്ച് കൺഫസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആദ്യം ജിജേഷ് എന്ന് പറയുന്ന
വ്യക്തിയും അതിനുശേഷം അവരുടെ രണ്ട് കൂട്ടാളികളുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് മറ്റൊരാളെയും നമ്മൾ അറസ്റ്റ് ചെയ്തു. തുടർന്ന് എറണാകുളത്ത് പോയിട്ട് അതിൻ്റെ മൂന്നാമത്തെ പ്രതിയെയും തൊണ്ടി മുതലായ വളയും നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കേസിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് സാർ നമ്മുടെ ഡാൻസ് ഓഫ് സംഘത്തെ പ്രത്യേക ഒരു സ്ക്വാഡ് ഉണ്ടാക്കി. വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും നിലമ്പൂർ DYSP സജു സാറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കിയാണ് ഈ അന്വേഷണം നടത്തിയിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ ഇത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രതികളെയും നമുക്ക് തൊണ്ടി മുതലുകളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. മോഷണ മുതലുമായി നിഖിലിനെ ഇന്നലെ രാത്രി എറണാകുളത്ത് വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി SIമാരായ O വാസുദേവൻ, VK പ്രദീപ്, സീനിയർ CPOമാരായ മുഹമ്മദ് ഷിഫിൻ, K റിയാസ്, CM മഹേഷ്, T സജീഷ്, സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട്, ആഷിഫ് അലി, ജിയോ ജേക്കബ്, K സജീഷ്, കൃഷ്ണദാസ്, സാബിർ അലി, CK സജേഷ്, T നിബിൻ ദാസ്, അഭിലാഷ് കൈപ്പിൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, ഷവർമ, വിവിധതരം ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.